എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആകെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും യൂട്യൂബ് തുറക്കാൻ പോലും പറ്റുന്നില്ല. എവിടെ തിരിഞ്ഞു നോക്കിയാലും നമ്മുടെ ഷാജിയുടെ അവിഹിത കഥകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതും എതിർക്കുന്നതുമായിട്ടുള്ള വീഡിയോകളുടെ ഒരു പ്രളയം തന്നെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യമൊക്കെ അറിഞ്ഞ ഷാജിദയെ അപേക്ഷിച്ചിട്ട് ഒരുപാട് പല നഗ്ന രഹസ്യങ്ങളും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ചില ജന്മങ്ങളുണ്ടല്ലോ, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ചില ജന്മങ്ങൾ, അത്തരത്തിലുള്ള പലരുമാണ് പല ജീവിതങ്ങളുടെയും ഇടയിൽ കിടന്ന് കളിക്കുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അത് മറ്റാരുമല്ല, ഒരു ചാനലുണ്ടല്ലോ സൂഫി സഫർ മീഡിയ എന്ന് പറയുന്ന ചാനലിലെ ആഷിഖ് എന്ന് പറയുന്ന ആളിനെയാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ പുള്ളിക്കാരനാണെങ്കിൽ ആദ്യമൊക്കെ ഈ പറയുന്ന ഷാജിയുടെ ഓപ്പോസിറ്റ് വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ എന്തോ പുള്ളിക്കാരൻ ഇത്തിരി മാനസാന്തരമൊക്കെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഷാജിയെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ കുറേയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ സൗഫിത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഷാജിയുടെ ഭർത്താവിൻ്റെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു സ്ത്രീയാണ് സൗജിത്ത്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളൊരു അമ്മയാണ്. അപ്പോൾ ഒരു ഇത്തയാണ്. അപ്പോൾ ആ ഇത്തയും ഈ പറയുന്ന നമ്മുടെ ആഷിഖും തമ്മിൽ വോയിസ് മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അവർ ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മുടെ ആഷിഖിൻ്റെ കുറച്ച് വോയിസ് മെസ്സേജുകളുണ്ട്. അതൊരു 3-4 വോയിസ് മെസ്സേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വോയിസ് മെസ്സേജ് ഒന്ന് നിങ്ങൾ കേട്ടിട്ട് വരണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാത്തിൻ്റെ ഇടയിൽ വില്ലനായിട്ട് കളിക്കുന്ന ആളെന്ന് വെച്ചാൽ ആരാണ്? ഈ ആഷിഖാണെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും നമുക്ക് നേരെ ആ ഒരു വോയിസ് കോള് ഒന്ന് കേൾക്കാം. മനുഷ്യത്തിയല്ലേ ഏറെ കാശും അതുപോലെ ആ ചങ്ങായി എത്തോടുത്ത മഹാറാണല്ലോ അവളിപ്പോ കൗത്തിയിട്ടാണ് വേറെ ആളെന്നു പറഞ്ഞാൽ വയനാട് കറങ്ങാൻ പോയത് പുതിയ കാമുകന്റെ കൂടെ. അതുപോലെ ആള് തിരക്കേടില്ല അല്ലേ, വഞ്ചിക്കപ്പെടാൻ പാടില്ല അങ്ങനെ ഇങ്ങനെ. കാരണം എന്റെ അത്ര വഞ്ചിക്കപ്പെട്ട ഒരാള് ചിലപ്പോ ഭൂമിയിൽ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നെ വ്യക്തികളല്ല ചതിച്ച്, എന്റെ ഓൺലൈനിൽ കൂടെ ഞാൻ ചതിക്കപ്പെട്ടു. എന്തായാലും ഇൻഷാ അല്ലാഹ് അവളെ ഇത് പുള്ളിക്കാരൻ്റെ ഒരു വോയിസ് മെസ്സേജാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പെണ്ണുങ്ങളാണ് സാധാരണ ഇങ്ങനെയുള്ള പരദൂഷണ കഥകളൊക്കെ ആയിട്ട് നടക്കുന്നത് എന്നാണ് പൊതുവേ പറയപ്പെടുന്നത്. പക്ഷേ പെണ്ണുങ്ങൾ മാത്രമല്ല, ആണുങ്ങൾ നല്ല രീതിയിൽ പരദൂഷണം തരം കിട്ടുവാണെങ്കിൽ പറയും എന്നുള്ള കാര്യം ഇപ്പം മനസ്സിലാവുന്നില്ലേ? ഇത് ഈ സൗജിത്ത് എന്ന് പറയുന്ന ആ ഒരു ചേച്ചിയുടെ അടുത്ത് പറയുന്ന ആ കാര്യങ്ങളാണ് കേട്ടോ ഈ പുള്ളിക്കാരൻ. എന്നിട്ട് ഈ പുള്ളിക്കാരൻ്റെ ചാനലിൽ പുള്ളിക്കാരൻ തന്നെ ഇട്ടിട്ടുണ്ട്, സൗജിത്ത് ഈ പറയുന്ന പുള്ളിക്കാരനെ മെസ്സേജ് അയച്ച സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് പതിയെ കേൾക്കാം. ആദ്യം നമുക്ക് ഇതൊന്ന് കേൾക്കാം, ഇനി ബാക്കിയുണ്ട് കേട്ടോ. കല്യാണത്തിന്റെ വീഡിയോ, അതിനെ കുറിച്ചുള്ള വീഡിയോ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ എന്താന്ന് കണ്ടിട്ട് നമുക്ക് ചെയ്താൽ പോരെ? അപ്പോഴേ നമുക്ക് നല്ലൊരു ഇത് കിട്ടുള്ളൂ. അവള് അതിനെ കുറിച്ച് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആരാണ് പുതിയാപ്ല എന്നുള്ളത് പറയട്ടെ. അതെല്ലാ തെളിവും ഉണ്ട്. എന്നാലും അവൾ അത് പറയാതിരിക്കണ്ട. അത് പറഞ്ഞതിന് ശേഷം അവൾ ഇങ്ങനെ ചെയ്തതിനെ കുറിച്ച് പറയുമ്പോ ഒരു ഗൗരവം ഉണ്ടാവും. എനിക്ക് എന്റെ ചാനൽ പൂട്ടിക്കുന്ന ഞാൻ വിളിച്ചപ്പോ പറഞ്ഞ അവൾക്ക് അതൊന്ന് കാണണം നമുക്ക്. അതിനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഈ പുള്ളിക്കാരൻ്റെ ചാനൽ പൂട്ടിക്കും എന്നാണ് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്ന് പറയുന്നു. മറ്റാരുമില്ല, അത് ഷാജിദയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഈ പുള്ളിക്കാരൻ ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ടതുകൊണ്ടായിരിക്കാം, പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് എൻ്റെ ചാനൽ പൂട്ടിക്കും എന്നാണ് അവൾ പറഞ്ഞത് എന്ന് പറയുന്നു. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ ഇപ്പോൾ കഷ്ടപ്പെട്ട് അവളെ എങ്ങനെ വെളുപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് തോന്നുന്നു. എന്ത് തന്നെയാണെങ്കിലും ബാക്കി കൂടി കേൾക്കാം. നമ്പർ വിളിച്ചു നോക്കിയെന്ന് ചോദിച്ചാൽ അപ്പൊ നിങ്ങൾ പറഞ്ഞ സ്ഥലം പറഞ്ഞില്ലേ, എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിച്ച് സാധ്യത ചെയ്തതല്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ സംസാരിച്ചാൽ മതി. ഞാനിപ്പോ ഇതിൽ നിങ്ങളെനിക്ക് വീഡിയോസോ വോയിസോ അയക്കാതെ നിങ്ങളെനിക്ക് വിളിച്ച്
ഒരു റൌഫ് എന്ന് പറഞ്ഞ സുഹൃത്ത് എനിക്ക് വിളിച്ചിട്ട് സാജിദ ഇങ്ങനെയൊക്കെ ചെയ്ത് ആ മഹർ എന്റേതാണ്, ഞാൻ കൊടുത്തതാണ്, എന്നിട്ട് അവൾ എന്നെ പറ്റിച്ച് എൻ്റെ കുറെ കാശും പറ്റിച്ച്, എന്നിട്ടിപ്പോ അവള് മറ്റൊരാളുമായിട്ടാണ് ബന്ധത്തിൽ, മറ്റൊരാളുമായിട്ടാണ് ഇപ്പൊ വയനാട് പോയത്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ നാട്ടിൽ വന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു വീഡിയോ. അങ്ങനല്ലേ ഞാൻ ചെയ്യേണ്ടത്? എന്തല്ലേ, എത്ര നിലവാരമാണ് ഇതൊക്കെ. ഈ ആൺകുട്ടികളൊക്കെ ഇങ്ങനെ തരംതാണ് പോകുന്നു എന്നുള്ളത് കാണുമ്പോഴുണ്ടല്ലോ വല്ലാത്ത സങ്കടം തോന്നുകയാണ്. എന്താ ഇത്, ആൺകുട്ടികൾക്ക് പറ്റിയ പണിയാണോ ഇതൊക്കെ? അതും ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യന് പറ്റിയതാണോ ഇമ്മാതിരി പരദൂഷണം? എനിക്കങ്ങനെയാണ് ചോദിക്കാനായിട്ട് തോന്നുന്നത്. പിന്നെയെന്ന് വെച്ചാൽ ഈ സൗജിത്ത് എന്ന് പറയുന്ന നിങ്ങൾക്ക് ഒരു നിമിഷം, ഈ സൗജിത്ത് എന്ന് പറയുന്ന ആ ഒരു ഇത്ത ഉണ്ടല്ലോ, ആ ഒരു ഇത്ത വന്നിട്ട് മറ്റൊരു ചാനലുണ്ട്, ഞാനൊന്ന് പറഞ്ഞുതരാം. മലപ്പുറം ആരിഫ എന്ന് പറയുന്ന ആ ഒരു ലേഡിയുടെ ഒരു ചാനലുണ്ട്. അപ്പോൾ ആ ഒരു ചാനലിലാണ് ഈ ഇത്തയ്ക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഈ ആഷിക്ക് അവർക്ക് അയച്ച, അതായത് ഈ ആഷിക്ക് എന്ന് പറയുന്ന സൂഫി സഫാർ മീഡിയ എന്ന് പറയുന്ന ചാനലിൻ്റെ ആള് ആഷിക്ക് ഈ പറയുന്ന നമ്മുടെ സൗഫിത്ത് എന്ന് പറയുന്ന ഇത്തയുടെ ഫോണിലേക്ക് അയച്ച വാട്സപ്പിൻ്റെ വോയിസ് കോളുകൾ ഈ പറയുന്ന മലപ്പുറം ആരിഫ എന്ന് പറയുന്ന അവരുടെ ചാനലിലാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരാണ് ഇപ്പോൾ ഇത്രയും വോയിസ് കോള് അവരാണ് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഇനിയും അവരുടെ കയ്യിൽ ധാരാളം വോയിസ് കോള് ഉണ്ട് എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ, അപ്പോൾ അതിലുള്ള സത്യങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാ വോയിസ് കോളും അവർ പുറത്ത് വിട്ടിട്ടില്ല. ആകെ ഈ 4 വോയിസ് കോൾ മാത്രമേ അവർ പുറത്ത് വിട്ടിട്ടുള്ളൂ. ഇനി ബാക്കി വോയിസ് കോൾ വരുമ്പം അറിയാം അതേപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത്രയും നേരം നമ്മൾ കേട്ടതെന്ന് വെച്ചാൽ ഈ ആഷിക്കിൻ്റെ തനിനിറം മനസ്സിലാക്കുന്ന വോയിസ് കോളുകളായിരുന്നു. ഇത് വിട്ടത് ഞാൻ പറഞ്ഞതുപോലെ സൗജിത്തിൻ്റെ പക്കൽ നിന്ന് നമ്മുടെ ആരിഫ എന്ന് പറയുന്ന ആ ഒരു മലപ്പുറം ആരിഫ എന്ന് പറയുന്ന ആ ഒരു ചാനലിൻ്റെ ലേഡിയാണ് ഇത് ഇത്രയും വോയിസ് പുറത്ത് വിട്ടിരിക്കുന്നത്. ഇനിയെന്ന് വെച്ചാൽ നമ്മുടെ ഈ പുള്ളിക്കാരനുണ്ടല്ലോ ആഷിക്ക്, ആ ആഷിക്കിൻ്റെ ചാനലിൽ നിന്നും പുറത്തു വന്ന കുറച്ച് വോയിസ് കോളാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അത് ആരെക്കുറിച്ചാണ് ആഷിക്ക് പറയുന്നത് എന്ന്. എന്തായാലും നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ആഷിക്ക് ഇത് ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന്. എന്തായാലും നമുക്കതൊന്ന് കേട്ടിട്ട് വരാം. എന്തായാലും ഇത് നമ്മൾ പൊളിക്കും, നോക്കിക്കോ, പൊളിച്ചടുക്കും. എല്ലാരും എടുത്തിട്ട് അലക്കുന്നുണ്ട്. ഈ വീഡിയോ മുഴുവനായി കാണണം. എന്തായാലും നീ ഒരു വീഡിയോ ചെയ്യണോട്ടോ. അപ്പൊ എല്ലാരും എടുത്തിട്ട് അലക്കുന്നുണ്ട്. അവള് തന്നെ ചാനൽ വേണ്ടോ പറഞ്ഞിട്ട് ഓടേണ്ട പരുവത്തിലാക്കണം. അസ്സലാമു അലൈക്കും. ആരിഫ, ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൗജിത്ത് എന്ന് പറയുന്ന ഇത്തയും ഈ പറയുന്ന ആഷിക്കും കൂടി തമ്മിൽ വോയിസ് മെസ്സേജ് ഇട്ടതിൻ്റേതാണ്. അപ്പോൾ ഈ ആഷിക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ സൗജിത്ത് എന്ന് പറയുന്ന ഇത്ത ഈ പറയുന്ന നമ്മുടെ ആരിഫയുടെ ചാനൽ വഴി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആഷിക്ക് അയാളുടെ ഫോണിലേക്ക് വന്ന വോയിസ് മെസ്സേജ് അയാളുടെ ചാനലിൽ കൂടെ, അതായത് ഈ സൗജിത്ത് പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഒരെണ്ണം നമ്മൾ കേൾക്കുന്നു, ഇനി നമ്മൾ അടുത്തത് കേൾക്കാനായിട്ട് പോകും കേട്ടോ. എന്താ രസമല്ലേ പരദൂഷണം കേൾക്കാനായിട്ട്. സൗജത്ത് താത്താക്കും ഇസ്ലാം അലൈക്കും. വന്ന് ചെയ്യരുതല്ലോ എന്ന് വിചാരിച്ചാ കമന്റിൽ കണ്ട നമ്പറിൽ ഞാൻ ആഷിക്കിനെ വിളിച്ചു. ആരാണ് പറയുന്നത് പാപ്പ? നമ്മുടെ സൗജത്ത് താത്തയോ? ഇതുവരേക്കും ഒരു യൂട്യൂബ് ചാനലിന്റെ കമന്റ് ബോക്സിലും താത്തയുടെ കമന്റ് കാണാൻ കഴിയില്ല. താത്ത സാജിദയെ മോശമാക്കാൻ വേണ്ടി ചെയ്ത 1,24,000 കമന്റുകൾ ഒഴിച്ചാൽ, അങ്ങനെ സൗജത്ത് താത്ത ആദ്യമായി എനിക്ക് വിളിച്ചു പറഞ്ഞത് ഷാജിദ നല്ല കുട്ടിയായിരുന്നു എന്നാണ്. സാജിദയുടെ ഭർത്താവ്, അതായത് എൻ്റെ സഹോദരൻ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരേക്കും എനിക്ക് വിളിച്ചിരുന്നു. അപ്പോഴൊന്നും സാജിദയെക്കുറിച്ച് യാതൊരു മോശകരമായ കാര്യവും എന്നോടവൻ പറഞ്ഞില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആളാണ് ഈ സൗജത്ത് താത്ത. എന്നെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അറിയാം. ഇപ്പൊ മരിക്കുന്നതിന്റെ തലേദിവസം കൂടി ആ ഇത്താക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഇക്കാനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ. അപ്പൊ ആ ഇത്ത പൂർണ്ണമായിട്ട് എന്നെ സപ്പോർട്ടും എന്റെ മക്കളിനെ എന്റെ ഇക്കാന്റെ വീട്ടുകാരന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും അങ്ങനെ സൗജത്ത് താത്ത സാജിദയെ നല്ല രീതിയിൽ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ പെട്ടെന്നതാ ഒരു മനംമാറ്റം.
അത് എങ്ങനെ സംഭവിച്ചു എന്നാൽ സാജിദയുടെ വിഷമങ്ങൾ ഏകദേശം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ താത്താക്കൊരു അഹങ്കാരം, ഒരു സൈത്താനിളക്കം. താത്ത എല്ലാ യൂട്യൂബേഴ്സിനും വിളിച്ചും കമന്റിലൂടെയുമെല്ലാം സാജിദയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെ താത്ത എനിക്കും വിളിച്ചു. ഒരു റഹൂഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണോ എന്ന് എനിക്കറിയില്ല. അയാളും ഈ താത്തയും കൂടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ അറിയുമോ? ഈ കോഡ് ചേർത്ത് ഇതൊന്ന് വാട്സപ്പിൽ ആഡ് ചെയ്യുക. റൌഫിന്റെ നമ്പറാണിത്. റൌഫ് ചില കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ പറയും. ഇതിപ്പോ എനിക്ക് തന്നതാണ്. ഇതുപോലെ ഒട്ടനേകം യൂട്യൂബർമാർക്ക് വിളിച്ചുകൊണ്ട് സാജിദക്കെതിരെ വീഡിയോ ചെയ്യാൻ ഇവർ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതൊന്നും പറയണ്ട. പറഞ്ഞു പിടിച്ച് വരുമ്പോ ഇവിടെ എന്താ പറയുറിയോ, ഞാനും റൌഫും കൂടി കിടന്ന് കമന്റ് ചെയ്തും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടി. താത്ത തീരെ കമന്റ് ചെയ്യാത്ത ആളാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോ മനസ്സിലായില്ലേ? ഇന്നില്ലേ ആഷിക്കേ, ഇവിടെ എല്ലാരെ കൊണ്ടും ആ സുധീഷ് വ്ളോഗ് എന്ന് പറഞ്ഞതില് ആ പെൺകുട്ടി ഒരു ഇവളെ പറ്റിയിട്ടൊക്കെ ഇട്ടിട്ടില്ലേ, അത് എന്നെ പറ്റി അവൾ ഇട്ടിട്ടുണ്ട്. എന്നെ പറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു സൗജത്ത് അത് ഫേക്ക് ആണെന്ന് പോലും അറിയില്ല. ഞാൻ ഇവളെ കുറിച്ച് പറഞ്ഞപ്പോ അവർക്ക് പൊള്ളി എന്നൊക്കെ പറഞ്ഞിട്ട്. സാജിദയെ ആദ്യം സപ്പോർട്ട് ചെയ്ത ആളാണ് നമ്മുടെ സൗജത്ത് താത്ത എന്നുള്ളത് ഈ വോയിസിൽ നിന്ന് മനസ്സിലായില്ലേ? കഴിഞ്ഞിട്ടില്ല, ഇനിയും തരാനുണ്ട്. എന്താ വീഡിയോ ഇടുന്നില്ലേ? അവളെ പേടിച്ചിട്ടാണ്. അവളെ ചാനൽ പൂട്ടിക്കുന്നു പറഞ്ഞിട്ട്, ചാനൽ പൂട്ടിക്കുന്നു പറഞ്ഞിട്ടൊന്നും പേടിക്കേണ്ട. അതൊക്കെ ഒരു ഭീഷണിയാണ്. എന്റെ പേര് എഴുതി വെച്ച് അവൾ ആത്മഹത്യ ചെയ്യും പറഞ്ഞു. ഞാൻ പേടിച്ചിട്ടില്ലല്ലോ, പോയി ചെയ്യെന്ന് പറഞ്ഞു. ചെയ്യേ, നീ ആത്മഹത്യ ചെയ്താൽ എനിക്ക് എന്ത് വരാനുള്ളത്? എന്റെ മക്കൾക്കല്ലേ പോവുക. അങ്ങനെ നിരന്തരമായി ഈ സൗജത്ത് ഷാജിദയെ വേട്ടയാടുന്നത് കണ്ടപ്പോൾ താത്ത, നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പേര് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഈ ക്രൂര ഹൃദയമുള്ള തള്ള പറഞ്ഞത് എന്താണെന്ന് കേട്ടില്ലേ? നീ പോയി ആത്മഹത്യ ചെയ്യ്, എനിക്കെന്ത് നഷ്ടം, നിന്റെ മക്കൾക്കല്ലേ പോയതെന്ന്. നാദിർഷ അവളെ കൊണ്ടൊരു വീഡിയോ ചെയ്യ് പറഞ്ഞിട്ട് കുറെ ദിവസമായി പറയുന്നുണ്ട് സൂഫി വ്ളോഗ് എന്നുള്ള ആ പെണ്ണിനോട്. അവളിപ്പോ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ട്, ഞാനതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയണത്താത്തെ, കമന്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പിടിയാണെന്ന് നമുക്കറിയാം. എന്തായാലും നീ ഒരു വീഡിയോ ചെയ്യണട്ടോ. അപ്പൊ എല്ലാരും എടുത്തിട്ട് അലക്കുന്നുണ്ട്. അവളെ തന്നെ ചാനൽ വേണ്ടോ പറഞ്ഞിട്ട് ഓടേണ്ട പരുവത്തിലാക്കണം. അവൾ എന്നോട് വന്ന് ചോദിക്കുക, ഈ സുധീഷ് വ്ളോഗിൽ ആ പെണ്ണിന്റെ വീഡിയോയ്ക്ക് താഴെ സൗജത്തിത്ത എന്താ ഉറക്കൂല്ലേ, എല്ലായിടത്തും നടന്ന് കമന്റ് ചെയ്യാണല്ലോ, അതിന് ഇവക്ക് എന്ത്? അവൾക്കൊന്നും ഉണ്ടാവില്ല താത്തേ. അത് കൊള്ളാമല്ലോ, എന്തായാലും കൊള്ളാം കേട്ടോ. സൗജിത്യത്തെ കുറിച്ചിട്ട് ഇത്രയും നേരം നമുക്ക് കുറച്ച് മുമ്പ് വരെ നമ്മുടെ മനസ്സിൽ നല്ലൊരു ചിത്രം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അവർ കരഞ്ഞുകൊണ്ട് വീഡിയോ വോയിസ് ഇട്ടതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഞാനതൊന്നും എടുത്ത് വീഡിയോയിൽ ഇട്ടിട്ടില്ല, ഞാനൊരു വീഡിയോ ചെയ്തില്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇവർ ഈ പറയുന്ന ഷാജിദയെ കുറിച്ചിട്ട് പറഞ്ഞ പല ക്ലിപ്പുകളും ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പിന്നെ കൊണ്ടുവന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇതൊക്കെ പരദൂഷണമല്ലേ, ഒരു രസമല്ലേ. അപ്പോൾ എന്തായാലും പക്ഷേ ഇത് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ. ഇവരുടെ ഒരു ചാനലിൽ വന്നിട്ട് പച്ച ഇറച്ചി മേടിച്ച് കൊടുത്തതും കല്യാണത്തിന് ചെയ്തു കൊടുത്ത സഹായങ്ങളും എല്ലാം ഇവർ വിളിച്ച് പറയുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് എന്തിനാണ് ഈ ദാരിദ്ര്യ കണക്ക് പറയുന്നതൊക്കെ എടുത്ത് ചാനലിലിടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് നമ്മളതങ്ങ് വിട്ട്. പക്ഷേ ഇത് എന്തായാലും ഇതൊരു ഒന്നൊന്നര കളിയാണ്. ഇതിനാണ് പണ്ടുള്ളവർ പറയുന്നൊരു വാക്കുണ്ടല്ലോ, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്നു എന്ന് പറയുന്നില്ലേ, ആ ഒരു പരിപാടി തന്നെയാണ് ഇവിടെ ഈ ഇത്ത കാണിക്കുന്നത്. ഇത്ത മാത്രമല്ല, ഈ പറയുന്ന പുള്ളിക്കാരനില്ലേ ആഷിക്ക്, പുള്ളിക്കാരന് ഒട്ടും മോശമല്ല. പുള്ളിക്കാരനും ചെയ്യുന്നത് അതേ പണി തന്നെ. നിങ്ങൾ 2 പേരും ഉണ്ടല്ലോ, കട്ടയ്ക്ക് നിൽക്കും 2 പേരും. പക്ഷെ ബുദ്ധിയുള്ള ഓരോ മനുഷ്യനും നിങ്ങളുടെ സൂക്കേട് എന്താണെന്ന് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വാക്കുകൾ ഞാൻ കേൾക്കാതിരുന്നത്. ആരിഫ താത്താനോട് എനിക്കൊരു നന്ദി പറയാനുണ്ട്. ഈ ഇത്തയുടെ ഫോട്ടോ ഒന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇവരോട് കുറെ ചോദിച്ചു. ഒരു ദിവസം ഇവർ എനിക്ക് തന്നെങ്കിലും പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി. ഈ ഫോട്ടോ എൻ്റെ മുമ്പിൽ എത്തിച്ചതിൻ്റെ പേരിൽ നിങ്ങളോട് വളരെയേറെ നന്ദിയുണ്ട്. മനസ്സിലാക്കിക്കോ താത്ത, ഇവരുടെ അസുഖം എന്താണെന്ന്. നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യം എങ്ങനെയാണെന്ന് എനിക്കറിയാം. അള്ളാഹും റസൂലും പറഞ്ഞ കാര്യം നിങ്ങൾക്കത് ഒന്ന് ഉണർത്തി തന്നതിൻ്റെ പേരിലല്ലേ, അത് കുഴപ്പമില്ല. അതിനുള്ള ഫലം എനിക്കെൻ്റെ പടച്ചിറപ്പ് നൽകിക്കോളും. സൗജത്ത് താത്താക്ക് വിളിച്ചത് ശരി തന്നെ. എപ്പോഴും ഞാനൊന്ന് വിളിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ മോശവൽക്കരിക്കുന്നത് എന്ന് ചോദിക്കാൻ വേണ്ടിയായിരുന്നു അത്. അവർ ഫോൺ എടുത്തില്ല.
അല്ലാതെ ഞാൻ അവരെ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ടില്ല. മറിഞ്ഞു നിന്ന് നിങ്ങളെ തെറി വിളിക്കേണ്ട കാര്യം എനിക്കില്ല താത്തെ. അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ അടുത്ത് നേരിട്ട് വന്ന് ഞാനത് ചെയ്തേനെ. സത്യം മനസ്സിലാക്കുക ജനങ്ങളെ. സാജിദ ഷാജി ഒന്ന് മെച്ചപ്പെട്ടു വരുന്നത് കണ്ടപ്പോൾ ഈ തള്ളച്ചയ്ക്ക് സഹിച്ചില്ല. ഇവർക്കാണ് യഥാർത്ഥത്തിൽ അഹങ്കാരമുണ്ടായതും സർവരോടും സാജിദയെ മോശമാക്കാൻ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും ഇവർ തന്നെയാണ്. ഇപ്പോ ഇത്രയും തന്നു, ഇനിയും നിങ്ങൾ വരൂ, ബാക്കി ഞാൻ പിന്നെ തരാം. ഇനിയും കുറെ കോൾ റെക്കോർഡ്സുകളുണ്ട് താത്തെ നിങ്ങളെ കുറിച്ച്. ദയവായി ഈ വീഡിയോ മുഴുവനായി കാണുക. അപ്പോൾ എന്തായാലും താത്തയും കൊള്ളാം മോനും കൊള്ളാം. ഇപ്പോൾ ഫോൺ തരില്ല. താത്തയും കൊള്ളാം മോനും കൊള്ളാം എന്തായാലും അല്ലേ. എന്താണെന്ന് പറയട്ടെ, പരദൂഷണം എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ, കട്ട പരദൂഷണം എന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും ഇതിൽ അവൾ ചാനലിട്ടിട്ട് ഓടണമെന്നൊക്കെ അവർ പറയുന്ന അവർ പറയുന്ന ആ ഒരു വോയിസ് ഉണ്ടല്ലോ, നമ്മളെല്ലാവരും കേട്ടേ ഇപ്പോൾ അത്. പക്ഷേ എന്തായാലും ഇതിൻ്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ആഷിക്കും ഈ പറയുന്ന സൗജിത്ത് എന്ന് പറയുന്ന ഇത്തയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആഷിക്ക് ഈ പറയും പോലെ ആദ്യമൊക്കെ ഒരിത്തിരി ഇതൊക്കെ ആയിട്ട് ടഫായിട്ടൊക്കെ തന്നെ പുള്ളിക്കാരത്തിക്കെതിരെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കാരത്തി പറഞ്ഞു, ഇനി ഇങ്ങനെ വീഡിയോ ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ പണി തരും, 8ൻ്റെ പണി തരും, ചാനൽ പൂട്ടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഇട്ടുണ്ടല്ലോ നല്ല വൃത്തിയായിട്ടങ്ങ് പേടിച്ചു. അങ്ങനെയാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്തെന്നോ, ഈ പുള്ളിക്കാരത്തിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ സൗജിത്ത് താത്തയും ഇയാളും കൂടെ തമ്മിൽ ഇട്ട ചാറ്റുകൾ അങ്ങോട്ട് കുറേ അടിച്ചു മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി കളിക്കാൻ തുടങ്ങി. ഈ താത്ത വിടോ, താത്ത നേരെ എന്ത് ചെയ്തെന്നോ, മറ്റ് ഇതുപോലെ ചാനലൊക്കെ റിയാക്ഷനൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ നൈസിനങ്ങ് പിടിച്ചിട്ട് അവർ അങ്ങോട്ടേക്കും കൊടുത്തു കുറേ വോയിസ് കോള്. അപ്പോൾ ഇവരൊക്കെ ഈ ആവശ്യമില്ലാതെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ആവശ്യമില്ലാതെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന നേരത്തിന് അവരവരുടെ കാര്യവും നോക്കി ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് നന്മയുണ്ടാകത്തേ ഉള്ളൂ. എന്തിനാണ് വെറുതെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് പോണത്? പിന്നെ ഷാജിദയെ ഈ രീതിയിൽ അപമാനിച്ച് അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, അത് ഈ സൗജിത്ത് എന്ന് പറയുന്ന സ്ത്രീയാണെന്നൊന്നും ആഷിക്ക് പറയുന്നതിനോട് നമുക്ക് യാതൊരുവിധ യോജിപ്പുമില്ല. ഷാഹിദയുടെ അഹങ്കാരം തന്നെയാണ് എല്ലാത്തിനും തുടക്കം ഇട്ടത്. കാരണം യൂട്യൂബേഴ്സിനെ അവർ ഒന്നും അല്ലാതിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ 5 മക്കളെയും ഏറ്റെടുക്കാൻ കെൽപ്പുള്ള ആരെങ്കിലും യൂട്യൂബിൽ നിന്ന് ആരെങ്കിലും സഹായിച്ച് എനിക്കൊരു ജീവിതം തരണേ എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ചാനലിൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ നമ്മളെപ്പോലുള്ള ഓരോ യൂട്യൂബറും അത് ഏറ്റെടുത്തു. ഓരോരുത്തരും വീഡിയോ ചെയ്തു ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്ത സമയത്തിന് ഈ റിയാക്ഷൻ വീഡിയോ ആയാലും അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് എന്ത് ചെയ്തെന്നോ, കൂടുതൽ ആളുകൾ 5 കുട്ടികളെ ആ ഒരു സംഭവം ഓർത്തിട്ട് ഇവരുടെ ചാനലിലേക്ക് ഒഴുകിയെത്താനായിട്ട് തുടങ്ങി. അപ്പോൾ ഇവർക്ക് അഹങ്കാരമായി. അപ്പോൾ ഇവർക്ക് കൂടുതൽ ഫോളോവേഴ്സൊക്കെ വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ചങ്കരം തെങ്ങി കയറി. അതാണ് സംഭവിച്ചത്. അപ്പോൾ പിന്നെ അവർക്ക് യൂട്യൂബേഴ്സിനെ ആരെയും കണ്ടുകൂടാതായി. പിന്നെ അവരുടെ ഫാമിലി ചോർത്തിയെടുത്തു എന്നായി, അവരുടെ പച്ചയിറച്ചി മറ്റുള്ളവർ തിന്നരുതെന്നായി, എന്തൊക്കെയായിരുന്നു ഇവർ കാട്ടിക്കൂട്ടിയത്. അങ്ങനെ പിന്നീട് ഇവർ തന്നെ ചുറ്റും ഒരു ലോഡ് ശത്രുക്കളെ ഉണ്ടാക്കി. അപ്പോൾ പിന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളെ വെറുതെ അനാവശ്യമായിട്ടൊക്കെ പിച്ച തെണ്ടുന്നു എന്നൊക്കെയുള്ള രീതിയിലൊക്കെ സംസാരിച്ച ആരെങ്കിലും മിണ്ടാണ്ടിരിക്കുമോ? പിന്നെ അഹങ്കാരം ഭയങ്കര സംഭവമായി പുള്ളിക്കാരത്തി ഏറിലോട്ടങ്ങ് പോയി. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞെന്താണെന്ന് അറിയാമോ, ഷാജിയുടെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ കഞ്ഞി കുടിക്കാമെന്ന് വരെ പറഞ്ഞു യൂട്യൂബേഴ്സിന്. അപ്പോൾ പിന്നെ ആരെങ്കിലും വെറുതെ ഇരിക്കുമോ? ഇതൊക്കെയാണ് ഇതിൻ്റെ ഇടയിലേക്ക് വന്ന കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഉള്ളി പൊളിക്കുന്നത് പോലെയുള്ള കാര്യമാണ്. പൊളിച്ച് വരുമ്പോൾ ഒന്നും ഒട്ടില്ല, എന്നാൽ എന്തൊക്കെയോ ഉണ്ട്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ എന്തായാലും ഈ കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഏർപ്പാടങ്ങ് കളയനിയാ. എന്തിനാണ് വെറുതെ ഈ പെണ്ണുങ്ങളെ ഇടയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുക്കുന്നതൊക്കെ? അതും നിങ്ങളെപ്പോലുള്ള ന്യൂജൻ പിള്ളേർക്ക് പറ്റിയ കാര്യമാണോ? എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം? അതുപോലെ തന്നെ സൗജിത്ത് എന്ന് പറയുന്ന ആ ഒരുത്തയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ആ പെണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളങ്ങ് വിട്ടേക്ക്. എന്തിനാണ് മറ്റ് ചാനലുകാരുടെ കൂട്ടം കൂടിയിട്ട് വെറുതെ അവർക്കെതിരെ ഇങ്ങനെ പ്രതിഷേധങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്? നിങ്ങളെ എന്നിട്ട് അവസാനം ആരെങ്കിലും റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്നെ തള്ളേന്ന് വിളിച്ചു തന്തേന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞൊലിപ്പിച്ച് നിങ്ങൾ വരും. എന്തിനാണ്? അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ?
അവരവരുടെ കാര്യം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ അങ്ങ് സോൾവ് ആയിക്കോളും. പിന്നെ ഷാജിയോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഹങ്കാരത്തിന് നിങ്ങൾ മേടിച്ച് കെട്ടിയതാണ് ഇപ്പോൾ കാണുന്നത് അത്രയും. പക്ഷേ നിങ്ങൾ അതുകൊണ്ടൊന്നും പഠിച്ചിട്ടില്ല, നിങ്ങളിപ്പോഴും പഠിക്കുന്നില്ല. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ ദിവസവും ആളുകളെ കൂടുതൽ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഒരു സ്റ്റാൻഡേർഡ് ഇല്ല എന്നും നിങ്ങൾ നാവെടുത്ത നുണ മാത്രമേ പറയുള്ളൂ എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷാജിയുടെ വിശേഷങ്ങളൊന്നും തീർന്നിട്ടില്ല. വിശേഷങ്ങളുമൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും, പുതിയ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും. പരദൂഷണം കേൾക്കാനും പരദൂഷണം പറയാനും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്നൊന്നും കരുതണ്ട. ഇത് റിയാക്ഷൻ വീഡിയോ ചാനലായതുകൊണ്ട് റിയാക്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യൂ. അതുപോലെ ഇന്ന് രാത്രി ലൈവ് ഉണ്ടായിരിക്കുന്നതല്ല, ഞാൻ ഇടയ്ക്ക് കുറച്ച് ബിസി ആയിപ്പോയി, അതുകൊണ്ട് ഇന്ന് ലൈവില്ല. അപ്പോൾ നാളെ അതിൻ്റെ വാട്ടം നിർത്തിയിട്ട് നാളെ കറക്റ്റ് 10 മണിക്ക് തന്നെ നമുക്ക് ലൈവിൽ കയറാൻ നോക്കാം. ചിലപ്പോൾ പറഞ്ഞ് വരുമ്പോൾ 10:45 ആയി പോകുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ബായ്.